Hi friends, the Honest Malabarian എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഹ്യൂണ്ടായുടെ ആൻഡ്രോയിഡ് ടിവി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഹ്യൂണ്ടായി എന്ന് പറയുന്ന കമ്പനി അധിക നാളൊന്നുമായിട്ടില്ല ഫീൽഡിലേക്ക് വന്നിട്ടെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പർ റേറ്റിൽ നിങ്ങൾക്ക് ഹ്യൂണ്ടായുടെ ആൻഡ്രോയിഡ് ടിവി സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. മറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TCL, MI, VU എന്നീ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചീപ്പർ റേറ്റിലാണ് ഹ്യൂണ്ടായി നമുക്ക് പ്രൊഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നത്. ആമസോണിൽ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇടുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ പിക്ചർ ക്വാളിറ്റി, ആൻഡ്രോയിഡ് ഫംഗ്ഷനിങ്, ഡിസ്പ്ലേ, അതുകൂടാതെ സൗണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഹ്യൂണ്ടായുടെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പനിയുടെ നെയിം, ഡിസൈൻ ഇൻ കൊറിയ. ഇത് സ്മാർട്ട് TV 40 ഇഞ്ചിൻ്റെയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ഇയർ വാറൻറ്റി, 3 സ്റ്റാർ റേറ്റിങ്ങിലാണ് ഹ്യൂണ്ടായുടെ ഈ പ്രൊഡക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള കമ്പനികൾക്ക് 5 സ്റ്റാർ വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ആവശ്യമാണ്. നമുക്കിവിടെ ബ്ലൂടൂത്ത് കാണാൻ സാധിക്കും. ഇതൊരു ആൻഡ്രോയിഡ് TV ആണ്, അതുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് TV ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും എല്ലാം നോക്കാം. ഇതിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 34,990 രൂപയാണ്. ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിലെ റേറ്റും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. നമ്മളിവിടെ TV അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹ്യൂണ്ടായുടെ ആൻഡ്രോയിഡ് TV എന്നുള്ളൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം HDയുടെ റെസൊല്യൂഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈഫൈ എനേബിൾ ആണ് ഇതിനകത്ത്. അതുകൂടാതെ തന്നെ 20,000 മൂവീസ് ഫ്രീ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മാക്സ് ഹബ് ഷെയർ, അതായത് നമ്മുടെ സ്ക്രീൻ ഷെയറിങ് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് തണ്ടർ സ്പീക്കറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കൂടെ കാണാൻ സാധിക്കും. നടുക്കായിട്ട് ഹ്യൂണ്ടായുടെ ഒരു ചെറിയൊരു ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ബട്ടൺസ് വന്നിരിക്കുന്നത് പുറകിലാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബട്ടൺസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു എയർഫോൺ കുത്താനുള്ള ഒരു സ്ലോട്ട് കാണാൻ സാധിക്കും. പിന്നെ RJ45ൻ്റെ ഒരു സ്ലോട്ടും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. HDMI 2 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓഡിയോയുടെയും വീഡിയോയുടെയൊക്കെ സ്ലോട്ടുകൾ 6 വന്നിട്ടുണ്ട്. പിന്നെ USB-യുടെ 2 സ്ലോട്ടുകളും കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ സീരിയൽ നമ്പറും ഹ്യൂണ്ടായുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 70 വാട്ട്സാണ് ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത്. നമ്മൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ വരുന്നതെന്ന്. ഇതാണ് അതിൻ്റെ റിമോട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഹ്യൂണ്ടായുടെ റിമോട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട്സ്റ്റാർ വന്നിട്ടുണ്ട്, സോണി TV വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, C5ൻ്റെ. പിന്നെ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റ് വന്നിട്ടില്ല. TV ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് TV മേടിക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഫ്രീ കിട്ടുന്ന ഒരു വാൾ മൗണ്ട്, അത് തീരെ ചെറുതാണ്. ഇത്രയും ചെറിയൊരു വാൾ മൗണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വാൾ മൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതൊക്കെ ആരോ എഴുതി റിട്ടേൺ ചെയ്ത പോലെ ഉണ്ട്. പിന്നെ വരുന്ന ഗ്യാരണ്ടി കാർഡാണ്. ഇതാണ് നമുക്ക് വരുന്ന ഗ്യാരണ്ടി കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മാനുവലും കൂടി കമ്പനി നമുക്ക് തന്നിട്ടുണ്ട് ഹ്യൂണ്ടായുടെ തന്നെ. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ്ലൈനിലാണ്. നമുക്ക് ഇത് ആദ്യം കണക്ട് ചെയ്യാം നമുക്ക് വൈഫൈ ആയിട്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ വയർലെസ് എടുക്കുക, ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. അതിൽ എൻ്റെ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് TV. നമുക്കിനി എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോം ബട്ടണോ ജസ്റ്റ് ഒന്ന് ഹോമിൽ ഒന്ന് കയറി നോക്കാം. TV കണക്റ്റ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ വൈഫൈ ആയിട്ട്. നമുക്ക് ഇതിനകത്ത് കുറേ മൂവീസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പേയബിൾ ആണ്. നമുക്ക് ഏത് മൂവി എടുക്കണമെങ്കിലും അതിന് ഡൗൺലോഡ് ചെയ്യണം പടം, എന്നാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും യൂട്യൂബ്
ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് 2-3 വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. യൂട്യൂബ് ഡൗൺലോഡ് ആയിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എന്ത് ചെയ്യാലും നമുക്കൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 8Kയുടെ തന്നെ ഒരു വീഡിയോ ഉണ്ട്, അൾട്രാ HD. നമുക്കത് തന്നെ കണ്ടു നോക്കാം. Highlighter. Moisturizer. Highlighter. Moisturizer. My moisturizer is a highlighter too. The glow of a highlighter now in your moisturizer. New Lakme Lumi Cream that gives your face. വോയിസ് കൺട്രോളൊക്കെ വരുന്ന നടുക്ക് തന്നെ സെൻറ്ററിൽ തന്നെ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്ലോബ് ആകൃതിയിൽ വന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിന് നല്ല പരസ്യമുണ്ട് ഇപ്പോൾ. എന്ത് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ സൗണ്ടും കൂടി മാക്സിമം ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് മാക്സിമം ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി പോവുകയാണ് ടി വിയുടെ. അത് മാക്സിമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സൗണ്ട് കൂട്ടാൻ വേണ്ടി പോവുകയാണ്. സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഹാപ്പിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പതർച്ച കേൾക്കാൻ സാധിക്കുന്നതാണ് സൗണ്ടിലാണേലും. അതുകൂടാതെ തന്നെ ക്ലാരിറ്റി ആണെങ്കിലും അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് വേറെ 2-3 വീഡിയോയും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണ്. സൗണ്ടിൽ ഞാൻ അത്ര സന്തോഷവാനല്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ക്ലാരിറ്റി ഓക്കെ, അത്ര ഒരു നല്ലൊരു ക്ലാരിറ്റി TCLനൊക്കെ കിട്ടുന്ന പോലെ ഒരു ക്ലാരിറ്റി എനിക്ക് ഇതിനകത്ത് തോന്നിയില്ല. കാരണം സൗണ്ടിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. സൗണ്ടിൽ നല്ല പതർച്ച വരുന്നുണ്ട്. അത്യാവശ്യം സൗണ്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 2 വീഡിയോ ഇട്ട് നമ്മൾ നോക്കിയപ്പോഴാണെങ്കിൽ സൗണ്ട് ക്ലാരിറ്റിയിൽ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി കമ്പനി കൊടുത്തിട്ടില്ല. എന്തായാലും ചീപ്പർ റേറ്റിന് നമുക്ക് കിട്ടുന്നതായതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സൗണ്ട് ക്ലാരിറ്റിയിലോ പിക്ചർ ക്വാളിറ്റിയിലോ നമുക്കൊരു നല്ലൊരു അഭിപ്രായം എനിക്ക് ഇതിനെക്കുറിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.